താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് വൻ അഴിച്ചുപണി. 30 വർഷമായി അമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണ്. വാർഷിക ജനറൽ ബോഡിക്കൊപ്പം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കാൻ പോകുന്നു. ആദിത്യൻ ഓമനക്കുട്ടനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്ന്. ആദിത്യൻ, ഈ താരസംഘടന ആയതുകൊണ്ട്, നടീനടന്മാരുടെ സംഘടന ആയതുകൊണ്ട് അതിൻ്റെ തലപ്പത്തെ മാറ്റങ്ങളൊക്കെ വലിയ കൗതുകത്തോടെ എല്ലാവരും നോക്കാറുണ്ട്. ഏത് തരത്തിലാണ് മാറ്റം, ഏത് തരത്തിലാണ് മത്സരത്തിനുൾപ്പെടെ കളമൊരുങ്ങിയിരിക്കുന്നത്? രതീഷ്, അമ്മയുടെ പ്രസിഡന്റിനെയും ട്രഷററിനെയും നിലവിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. മോഹൻലാലും ഉണ്ണിമുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി തലപ്പത്തുള്ള മാറ്റം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഇടവേള ബാബു ദീർഘനാളായി, അതായത് 1/4 നൂറ്റാണ്ടോളം ഇടവേള ബാബു ആയിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി. ആ സ്ഥാനത്താണ് അഴിച്ചുപണി വരാൻ പോകുന്നത്. ഇടവേള ബാബുവിന് പകരം മത്സരിക്കുന്നത് സിദ്ദീഖ്, അതുപോലെ തന്നെ ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ, ഇവർ 3 പേരുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതായത് 1/4 നൂറ്റാണ്ടിന് ശേഷം ഒരു പുതിയ ജനറൽ സെക്രട്ടറി അമ്മയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കടുത്ത മത്സരമുണ്ട്. ജഗദീഷ്, മഞ്ജു പിള്ള എന്നിവരാണ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും പുതിയ ആളുകൾ, സുരാജ് വഞ്ഞാടമൂട്, ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്നത്തെ ജനറൽ ബോഡിക്ക് മറ്റൊരു കൗതുകമുണ്ട്. ഒരു മന്ത്രിസഭയായി ഇന്നത്തെ ജനറൽ ബോഡി നമുക്ക് പരിഗണിക്കാം. കാരണം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരിലെ മന്ത്രിയായ ഗണേഷ് കുമാറും ഇന്നത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി അമ്മയുടെ ആദ്യ പുത്രനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മെമ്പറാണ്. കാരണം 1994 അമ്മ സംഘടന തുടങ്ങുന്നത് സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഒക്കെ ചേർന്നാണ്, മണിയമ്പിള്ള രാജുമൊക്കെ ചേർന്ന്. അന്ന് ഒരു സെറ്റിലുണ്ടായ ഒരു പ്രശ്നത്തിൽ അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഒരു അഭിനേതാക്കൾക്ക് ഒരു സംഘടന തുടങ്ങുന്നത്. അന്ന് സുരേഷ് ഗോപി ആയിരുന്നു ആദ്യത്തെ മെമ്പർ. 1994 രണ്ടാമത്തെ മെമ്പറായിരുന്നു ഗണേഷ് കുമാർ. അവർ രണ്ടുപേരും ഇന്ന് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു. അതായത് അമ്മയുടെ ആദ്യ പുത്രനായി സുരേഷ് ഗോപി മടങ്ങിയെത്തുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിലുണ്ട്. എന്തായാലും തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ്. അത് 1/4 നൂറ്റാണ്ടിന് ശേഷം ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടവേള ബാബു മാറി മറ്റൊരാൾ വരുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പുതിയ ആൾ വരും. എക്സിക്യൂട്ടീവ് അംഗങ്ങളും യുവ അഭിനേതാക്കൾ ഉൾപ്പെടെ പുതുമുഖങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രതീഷ്, ശരി, വളരെ രസകരമായ ഒരു സ്റ്റോറി ലൈനാണ്. ചില ക്ലൈമാക്സിൽ എന്തെങ്കിലും കൗതുകമുണ്ടോ എന്നതാണ് വളരെ പ്രധാനം. ഏതായാലും അമ്മയിൽ ഒരു വലിയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു. ആദിത്യൻ ഓമനക്കുട്ടനാണ് ആ വിവരങ്ങൾ നൽകിയത്.